ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വൈറ്റ് സോസ് പാസ്ത എങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ മാക്രോണി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് 1 കപ്പ് അളവിൽ മാക്രോണി ചേർക്കുകയാണ്. ഈ മാക്രോണിക്ക് പകരം നമുക്കിതിലേക്ക് പാസ്ത ഉണ്ടെങ്കിൽ പാസ്തയും ചേർക്കാവുന്നതാണ്. ഏത് വലിപ്പത്തിലും സൈസിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കൂടെ തന്നെ നമ്മുടെ ഈ മാക്രോണിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരു വെള്ളത്തിലേക്ക് ചേർക്കാം. ഇനി ഒരു അല്പം റിഫൈൻഡ് ഓയിലും കൂടി ചേർക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് തിളപ്പിക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇനി നമ്മുടെ മാക്രോണി എല്ലാം വെന്ത് കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് വേവിച്ചെടുക്കരുത്, അതായത് നല്ലതുപോലെ സോഫ്റ്റ് ആയി പോകരുത്. എങ്കിൽ പിന്നെ ആ ഒരു ചൂടിലിരുന്നിട്ട് കുറച്ചും കൂടി വെന്ത് കുഴഞ്ഞു കളയും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതുപോലെ തന്നെ ഓരോ മാക്രോണിയും ഓരോ രീതിക്കാണ് കേട്ടോ. ചിലതൊക്കെ ഒരു 7 മിനിറ്റ് ആകുമ്പോൾ വെന്ത് കിട്ടും, ചിലതൊരു 15 മിനിറ്റ് എടുക്കും. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഫ്ലെയിം എല്ലാ സമയത്തൊന്നും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. നമ്മുടെ ഈ മാക്രോണി വെന്ത് കിട്ടുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ ബട്ടർ എല്ലാം മുരുകി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് നരിഞ്ഞ് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ ആ ബട്ടർ കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഒരുപാട് ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ നിറയെ നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. സവാള അരിഞ്ഞതും ചേർത്തിട്ട് വീണ്ടും ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ അതേ അളവിൽ റെഡ് ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. മഞ്ഞ ഉണ്ടെങ്കിൽ മഞ്ഞയും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ക്യാപ്സിക്കം എല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കളർ മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരൊറ്റ കളർ മാത്രം ചേർക്കാവുന്നതാണ്. കുറച്ചും കൂടി കൂടുതൽ അളവിൽ ചേർക്കാം. നന്നായിട്ട് ക്യാപ്സിക്കം ഒന്നും വെന്ത് കുഴയേണ്ട കാര്യമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരു പകുതി അളവിൽ മാത്രമേ വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒരല്പസമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരല്പം മസാല ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ച് ചേർക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലാക്സ് കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരല്പം 1/2 ടീസ്പൂൺ അളവിൽ ഹെർബ്സും കൂടി ഇതുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ ഈ വെജിറ്റബിൾസിനും ആവശ്യമായിട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഈ ഒരു രീതിക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാക്രോണി എല്ലാം നന്നായിട്ട് ഇതിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇതിലെ കംപ്ലീറ്റ് വെള്ളവും മാർന്ന് മാക്രോണി മാത്രം സെപ്പറേറ്റ് ആക്കി വെച്ചേക്കണം. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. രണ്ടും സമാസമ അളവിൽ ആ ഒരു രീതിക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ബട്ടർ എല്ലാം ഒന്ന് ഉരുകി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ മാവ് ചേർക്കാവുന്നതാണ്. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചേക്കണം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ചൂടാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ മൈദാമാവിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി കിട്ടണം. ഒരു 2 മിനിറ്റോളം ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇന്ന് ചൂടായി ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് 300 ml അളവിൽ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തേക്കണം. കട്ടയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നല്ലതുപോലെ ഈ ഒരു രീതിക്ക് ക്രീമി ആയിട്ടുണ്ടാവും. ആ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ വേണം നമ്മളൊന്ന് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഈ ഒരു രീതിക്ക് ഒന്ന് തിളച്ചു തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലാക്സ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി നമ്മുടെ ഈ വൈറ്റ് സോസിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രയും ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയം ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ വെക്കണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം വീണ്ടും ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് മുമ്പേ വഴറ്റി മാറ്റി വെച്ചിരുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാക്രോണിയും ചേർക്കുകയാണ്. നമ്മുടെ ഈ മാക്രോണിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ തിക്കായിട്ട് വരുന്ന ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പോളം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല തിളച്ച വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് മാക്രോണി റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒരു വൈറ്റ് സോസ് മാക്രോണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാക്രോണിയിലോ പാസ്തയിലോ ഒക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.